മക്കക്കാര് പ്രവാചകന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ആ പൊട്ടിക്കരയുന്ന സമയത്ത് എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂല് മാപ്പ് പ്രഖ്യാപിച്ചപ്പോ ആ ജനാരവത്തിന്റെ ഇടയിലൂടെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കമ്പത്തഹിന്റെ കഥയാണിത്. മക്ക പിടിച്ചടക്കിയ വിജയ ദിവസത്തിന്റെ കഥയാണിത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നു. യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ അങ്ങേ വിശ്വസിച്ച മുസ്ലിമാണ്. പക്ഷേ എന്റെ ഭർത്താവ് മുസ്ലിമല്ല. അയാൾ അങ്ങേ വല്ലാതെ ആക്രമിച്ച ആളാണ്. അങ്ങ് മക്കയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ അങ്ങ് പ്രതികാരം ചെയ്യുമെന്ന് പേടിച്ചിട്ട് അയാള് നാട് വിട്ടു പോകാൻ പോയി. നബിയെ, എന്റെ ഭർത്താവെങ്ങാനും നാട് വിട്ടുപോയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല യാ റസൂലല്ലാഹ്. അതുകൊണ്ട് അങ്ങേ നിരുപാധികം മാപ്പ് പ്രഖ്യാപിച്ചവര് എന്റെ ഭർത്താവിനങ്ങ് മാപ്പ് കൊടുക്കുമോ? എന്റെ ഭർത്താവിനങ്ങ് മാപ്പ് കൊടുക്കുമോ? എന്റെ ഭർത്താവ് അങ്ങ് വരുന്നത് കേട്ടിട്ട് ഒളിച്ചോടിയ ആളാണ്. എന്റെ ഭർത്താവിനങ്ങ് മാപ്പ് കൊടുക്കുമോ? ചിന്തിക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിന്റെ ഭർത്താവ് ആരാൻ? ആ പെണ്ണ് വിതുമ്പി പറഞ്ഞു പോയി, അങ്ങ് പേര് പറഞ്ഞാൽ മാപ്പ് കൊടുക്കുമോ നബിയെ? കൊടുക്കും പെണ്ണെ, പറയുക നിന്റെ ഭർത്താവ് ആരാണ്? അത് മറ്റാരുമല്ല നബിയെ, അങ്ങയെ കൊല്ലാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഭാര്യയാണ് ഞാൻ. ഇക്രിമത്ത് ബിൻ അബീ ജഹലിന്റെ എന്റെ ഭർത്താവായ ഇക്രിമ ഓടി രക്ഷപ്പെടാൻ പോയി. നബിയെ അങ്ങ് മാപ്പ് കൊടുക്കൂ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ നമ്മൾ? ഇതാണ് മക്കം ഫതഹിന്റെ ചരിത്രം. നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പറയുന്നതും പഠിപ്പിക്കുന്നതും വേറെ എന്തോ ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അബൂജഹലിന്റെ മകൻ ഇക്രിമയ്ക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. നീ പോയി പറ നിന്റെ ഭർത്താവിനോട് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നബിയെ, അങ്ങ് മാപ്പ് കൊടുത്തു എന്ന് ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞാൽ അയാൾ എന്നെ വിശ്വസിക്കില്ല. കാരണം മാപ്പ് കൊടുക്കാൻ പറ്റിയ പാതകമല്ല അദ്ദേഹം അങ്ങയോട് ചെയ്തിട്ടുള്ളത്. നബിയെ പറഞ്ഞാൽ വിശ്വസിക്കൂല. നബിയെ, കള്ളക്കേസി കുടിക്കവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ അവനോട് ഭാര്യ വന്ന് വെച്ചാൽ ഞാൻ മാപ്പ് കൊടുത്തു, വിശ്വസിക്കൂ? മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രൂരതയല്ല ചെയ്തിരിക്കുന്നത്. കൊണ്ട് നബിയെ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. അങ്ങ് മാപ്പ് കൊടുത്തു എന്നതിന് അടയാളമായി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണം, ഞാൻ എന്റെ ഭർത്താവിന് മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കാം. പറഞ്ഞു, നബിയെ, പെട്ടെന്ന് വേണം, അദ്ദേഹം കടല് കടന്ന് പോകാൻ വേണ്ടി നിൽക്കാണ്. ജിദ്ദ കടപ്പുറത്താണ്. ഇപ്പോ ഇക്രിമത്ത് ബിൻ അബൂ ജഹൽ ഇപ്പൊ അവിടെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പിടിച്ചടക്കി നിറഞ്ഞപ്പോ ഇക്രിമ പേടിച്ചോടി. വാപ്പയും മോനും കൂടെ ചെയ്തത് ചെറുതൊന്നുമല്ല. വാപ്പയും മോനും കൂടെ അബൂജഹൽ ഇവിടെ അബൂജഹലിന്റെ ആണ്ട് കറച്ച് നടക്കാറുണ്ട്. പിന്നെ അബൂജഹൽ അങ്ങനെ പറ, നിങ്ങൾ മിണ്ടാടിക്കണം. പിന്നെ അബൂജഹലും മകനായ ഇക്രിമ, പാപ്പായും മോനും കൂടെ ചില്ലറയല്ല ഈ പ്രവാചകനെ ഉപദ്രവിച്ചത്. തന്നെ മകളുടെ മരണത്തിന് പോലും കാരണക്കാരി വരാൻ നബിയെ ഒരു അടയാളം എന്താ? നബിയെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു അടയാളം കൊടുത്തു. എന്തായിരുന്നു അടയാളം? എന്തായിരുന്നു അടയാളം? ഇന്നത്തെ പോലെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഒന്നും നമ്മൾ അള്ളാഹ് 30 ദിവസം അവിടെ നിനക്ക് അഭയം തന്നു വാന്ന് പറഞ്ഞന്ന് വോയിസ് ക്ലിപ്പ് ഒന്നും ഇടാൻ പറ്റൂല. ഇനി ഫോൺ വിളിച്ചും പറയാൻ പാടില്ല. ആണ് ഈ സാധനം ഇപ്പൊ ഹൗദി അറിയണമെന്നാ തോന്നുന്നു. ഫുള്ള് റെക്കോർഡാ. ഇനിയിപ്പോ അടുത്ത ആരാന്ന് അള്ളാഹുവിനറിയാം. ഈ സാധനം ഇപ്പൊ വലിയ ഇടങ്ങേറായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കയ്യിലുണ്ട മുക്രിയുടെ ജോലിയും പോവും, മന്ത്രിയുടെ ജോലിയും പോവും. ആ രീതിയിൽ ഈ സാധനം മുക്രിക്കാക്കയുടെ ജോലിയും പോകും, മന്ത്രിയുടെ ജോലിയും പോകും. ആ രീതിയിൽ ഈ സാധനം വലിയ പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം, UDF LDF എന്നല്ല നമുക്ക് വിഷയമല്ല. പക്ഷെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ചുടിഞ്ഞന്വേഷിക്കരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിനകത്ത് നമ്മൾ രാഷ്ട്രീയമൊന്നും നോക്കണ്ട, അത് പറയും വേണ്ട. എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്റെ നിലപാടുകൾ എവിടെയും പറയും. അതിനകത്ത് ഞാൻ ആരുടെയും പ്രീതിയൊന്നും നോക്കാറില്ല. ഒരാളുടെ രഹസ്യത്തിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ നോക്കിയാൽ എത്ര പേരുണ്ടാകും നല്ലവർ. നിങ്ങൾ ജാസൂസിന്റെ പണി ചെയ്യരുത്, രഹസ്യച്ചാരപ്പണി ചെയ്യരുത്.
ഇതാണ് ഇസ്ലാമിന്റെ സൗഹൃദം. പാടില്ല. ഇസ്ലാമിന്റെ മാനദണ്ഡം വലാ തജസ്സസൂ, നിങ്ങൾ ജാരപ്പണി രഹസ്യപ്പണി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആരുമാകട്ടെ ഒരാളുടെ രഹസ്യത്തെ ചൂഴ്ന്നടങ്ങുക, അയാളെ ചതിക്കുക പാടില്ല. വലാ തജസ്സസൂ, നിങ്ങൾ രഹസ്യപ്പണി ചെയ്യരുത്. കാരണം എന്താണ്? അള്ളാഹനെ ഓർക്കുന്ന ആ സമയം ഇന്ന് കെട്ടുക. ആരാ പറമനുഷ്യന്മാർ ഒരാളൊരു തെറ്റ് ചെയ്തു നാട് മുഴുവൻ വിളിച്ചോണ്ട് പറയാനുള്ളതാണോ? നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഉടനെ വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അടുത്ത ഗ്രൂപ്പിൽ ഇട്ട് ഒരുത്തരം പരമാവധി നാറ്റിക്കുക. എന്നാൽ ഒരാൾ ചെയ്യുന്ന തെറ്റ് ആദ്യം നാറ്റിക്കേണ്ട ഒരാൾ ചെയ്യുന്ന തെറ്റ് ആദ്യം കാണുന്ന ആരാണ്? പറ. അല്ലാഹു സത്താറുൻ, അവൻ മറച്ചു വെക്കുന്നവനാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടൊരു നാമമാണ് അല്ലാഹ് സത്താറാൻ. അല്ലാഹ് ഗഫാർ എന്ന് മാത്രമല്ല, ചെയ്ത പാപം പൊറുക്കണത് വരെ അല്ലാഹു സത്താറാൻ. പടച്ചവനെ, ആദ്യം ഒരാൾ ചെയ്യുന്ന തെറ്റെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ആദ്യം കണ്ടത് സത്താറായ അള്ളാഹുവാൻ. അത് അള്ളാഹു മറച്ചു വെച്ചു. പിന്നെ എന്തിനാ അടിമകൾക്ക് മറച്ചു വെക്കാൻ പറ്റാത്തത്? മറ്റൊരുത്തന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞെടുക്കണ ചൂപ്പ് എന്തിനാണ്? നബി മുഹമ്മദ് മുസ്തഫ അള്ളാടെ സ്വഭാവം പോലെ നിങ്ങളുടെ സ്വഭാവമാവണേ എന്ന് പറഞ്ഞ അള്ളാടെ സിഫത്ത് പോലെ നിങ്ങളുടെ സ്വഭാവമാവണം. അവൻ സത്താറാൻ. ഏത് തെറ്റ് കണ്ടാൽ അവനത് മറച്ചു വെക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാട്സപ്പും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെ, ഇത് മറ്റൊരുത്തനെ നാറ്റാനും മറ്റൊരുത്തനെ കുറിച്ച് പറയാനല്ല. ഇന്ന് മുഴുവൻ അതാണ്. ആ ഒരു സംസ്കാരത്തെ നമ്മൾ പിന്തിരിയണം. ആരും ആ സംസ്കാരത്തിൽ നിന്ന് പിന്തിരിയണം. അതൊരു മനുഷ്യത്വപരമായ സംസ്കാരമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാളുടെ ന്യൂനതയിലേക്ക് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുക. ഉക്കറിക്കാക്ക നിന്ന് വെള്ളം കുടിക്കും. വാക്കവീട് മുണ്ട് താഴെ കിടക്കുന്നു. എനിക്ക് ആ ഒരു വിവാദം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരിക. കാരണം ഇതേപോലെ ഒരു സമയമാണ്. പക്ഷെ നമുക്ക് വിശാലമായിട്ട് പറയാം. മറ്റന്നാൾ 1-ാം തീയതി ഞാൻ കാരത്തൂർ ഉറൂസിന് ഇൻഷാല്ലാ ചെയ്യുന്നത്. അന്ന് വരിക നമുക്ക് കൃത്യമായിട്ട് വാത് പറയാം. ഇതേപോലെ സമയമാണത്. ഇന്നിപ്പോ ഈ വാത് കഴിഞ്ഞാൽ എനിക്ക് 4 മണിയുടെ ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ബഹ്റൈൻ പോകണം. നാളെ അവിടെ പ്രസംഗിച്ചിട്ട് അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചിവിടെ എത്തിയാൽ 1-ാം തീയതി കാരത്തൂർ പ്രസംഗിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഞാനൊരു പ്രസംഗം കഴിഞ്ഞ് പോകുന്ന വഴിയില് എന്റെ ഡ്രസ്സ് ഒരു പാതിരാത്രിയുള്ള തട്ടുകട ഉണ്ട്. അതിന്റെ പുറകിൽ നിന്ന് എന്റെ ഡ്രസ്സ് മാറ്റി ഫ്ലൈറ്റിൽ പോലെ വേറെ ഡ്രസ്സൊക്കെ എടുത്ത്, അപ്പൊ ഫ്ലൈറ്റിന് ടൈമായി. അങ്ങോട്ട് ഓടിക്കയറിയിട്ട് വാക്കവിയാണ്. ഞാൻ വകല് കഴിഞ്ഞി പോയി. അപ്പൊ അതാന്ന് കരുതി പോകും. അങ്ങനെ ആ ഹദീസ് ഇറങ്ങിയപ്പോ അബൂബക്കർ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരല്പം വയറുള്ള ആളാണ്. ഞാൻ മുണ്ട് ഉടുക്കുമ്പോ ഞെരിയാണിക്ക് മുകളിലാണെങ്കിലും കുറച്ച് നടക്കുമ്പോ ഈ കൊടവയറുള്ളത് കൊണ്ട് മെല്ലെ താഴോട്ട് പോകും നബിയെ. നിരപ്പുള്ള വയറല്ല, കൊടവയറാണ്. ചൊറിയണൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയാൽ മതി, അത്ര കൊടവയറുണ്ട്. അപ്പൊ നബിയ ഉടുക്കുമ്പോ അങ്ങനെ ഇരുന്നാലും നടക്കുമ്പോ കീഴോട്ട് പോകും. ഞാൻ എന്താ ചെയ്യുക? അബൂബക്കർ എന്ന് പറഞ്ഞു, ഇന്നക ലസ്ത മിനൽ ഖുയലാ, നീ അഹങ്കാരത്തോടെ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ, കുഴപ്പമില്ല അബൂബക്കറെ എന്ന്. അതുകൊണ്ട് ന്യൂനതകളല്ല മനസ്സിലാക്കേണ്ടത്, നന്മകളെ പറയാൻ കഴിയണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ രാഷ്ട്രീയം പറഞ്ഞു, ആരുമാകട്ടെ, അതൊന്നും ഒരു ശരിയായ പ്രവണതകളല്ല. എനിക്ക് വേറെ വഴികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്രിമയുടെ ഭാര്യ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയെ, എനിക്കൊരടയാളം വേണം എന്റെ ഭർത്താവിനോട് കാണിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അബൂജഹലിന്റെ മകൻ ഇക്രിമയ്ക്ക് മാപ്പ് കൊടുത്തു എന്നതിന് അടയാളമായി ഹബീബായ നബി തങ്ങളുടെ തലയിൽ കെട്ടിയ തലപ്പാവൂരി. ആ തലപ്പാവ് ഇക്രിമയുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇക്രിമയുടെ ഭാര്യ, കൊണ്ടുപോയി നിന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ മാപ്പ് തന്നു എന്നതിന്റെ അടയാളമായി, പ്രവാചകന്റെ വിട്ടുവീഴ്ചയുടെ അടയാളമാണ് അവിടുത്തെ തലപ്പാവ്. ആ തലപ്പാവ് ധരിച്ച പ്രവാചകന്റെ
ചിത്രം വരച്ച ഹോളണ്ടുകാരൻ അത് തീവ്രവാദത്തിന് അടയാളമായി ചിത്രീകരിക്കുമ്പോ ആ യഥാർത്ഥ തലപ്പാവ് ഏതെന്നറിയുമോ? അബൂലഹലിന്റെ മകൻ ഇക്രിമക്ക് മാപ്പ് കൊടുത്തുന്ന അടയാളമായി അല്ലാഹുവിന്റെ റസൂല് കൊടുത്തു വിട്ടതാണ് ആ തലപ്പാവ്. സഹോദരങ്ങളെ ഹബീബായ നബി തങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഫിലിം എടുത്ത ആൾ അദ്ദേഹം ഹറമിലേക്ക് വന്നു. ഹറമിന്റെ ഇമാം അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു. അദ്ദേഹത്തിന്റെ മകനും ഇസ്ലാമിലേക്ക് വന്നു. ഇങ്ങനെയാണ് ഇസ്ലാമിനെ അകലെ നിന്ന് വീക്ഷിക്കുന്നവർ അവരറിയാതെ പറഞ്ഞു പോകും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇക്രിമയുടെ ഭാര്യ തലപ്പാവുമായി ഓടുമ്പോ മാപ്പ് നൽകിയിരിക്കുകയാണ്. ആ സമയത്ത് ഇക്രിമ പറഞ്ഞു, ഇല്ല പെണ്ണേ, മുഹമ്മദ് എനിക്ക് മാപ്പ് തരില്ല. അത്രയേറെ ക്രൂരതയാണ് ഞാൻ മുഹമ്മദിനോടും കുടുംബത്തോടും ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. ആ സമയത്ത് ഇക്രിമയുടെ ഭാര്യ അല്ലാഹുവിന്റെ റസൂല് മാപ്പ് തന്നു എന്നതിന്റെ അടയാളമായി ആ തലപ്പാവയുടെ അന്തരീക്ഷത്തിൽ ചുരുട്ടി കൊടുത്തപ്പോ, പ്രിയപ്പെട്ട ഭർത്താവ്, ഇത് മുഹമ്മദ് നബിയുടെ തലപ്പാവാണ്, മാപ്പ് തന്നതിന് അടയാളമായിട്ട് അദ്ദേഹം അടിച്ചു തന്നത്. ഇക്രിമയുടെ മനസ്സ് വെട്ടിപ്പോയി. കപ്പലിൽ നിന്ന് താഴെ ഇറങ്ങി തന്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുക്ക് വന്ന ഇക്രിമത്ത് ബിൻ അബീ വസല്ലമ തന്റെ അടുക്കലേക്ക് വന്ന് ഇക്രിമയെ അടുത്തിരുത്തി. എന്തിനാണ് ഇക്രിമ ഭയപ്പെടുന്നത്? എന്തിനാണ് ഇക്രിമ പേടിക്കുന്നത്? താൻ ഈ ജീവിതം മുഴുവനും ആരെയാണോ ദ്രോഹിച്ചത്, ആ മനുഷ്യന്റെ മുഖത്തിന്റെ പാൽപുഞ്ചിരി കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കയ്യിലേക്ക് വിരൽ ചേർത്ത് വെച്ച് അബൂലഹലിന്റെ മകൻ ഇക്രിമ മുരിഞ്ഞുവത്രേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് തന്റെ ഹൃദയം കൊണ്ട് കീഴടക്കി കൊടുത്ത സ്നേഹമാണ് ഏറ്റവും വലിയ പ്രതികാരമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ.